ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? പോണ വഴിക്ക് കുറേ പേരെ കൂട്ടാനുണ്ട്. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, വയറ് നിറഞ്ഞു. ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും ഒക്കെ കണ്ടിട്ട് ഇവളമാരെല്ലാം കൂടി ഒന്ന് ഇന്ദിരാനഗർ വരെ പോയതായിരുന്നു. നിങ്ങൾ തന്നെ കണ്ടില്ലേ ഇപ്പോൾ ഇന്ദിരാനഗറിൻ്റെ അവസ്ഥ? എന്താ ഇന്ദിരാനഗർ ഇങ്ങനെ ഇരിക്കുന്നത്? പിന്നെ നമ്മൾ അതിൽ കൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കിട്ടുന്നുണ്ട്. നേരെ നമ്മൾ വിട്ടു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക്. അപ്പോൾ അവിടെ ഒത്തിരി നല്ല സ്ട്രീറ്റ് ഷോപ്പിംഗ്, നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. 200 രൂപീസിനും 300 രൂപീസിനും അടിപൊളി ടോപ്സും കുർത്താസും, നല്ല ഇയറിംഗ് കളക്ഷനും 100 രൂപീസ് എടുത്ത് തുടങ്ങുന്ന ബാംഗിൾസ് കളക്ഷനും ആൻറ്റിക് ജ്വല്ലറി വരെ 100-200 റേഞ്ച് മാത്രമേ ഉള്ളൂ. 2 മണി വരെ പർച്ചേസ് ചെയ്ത ശേഷം ഞങ്ങൾ നേരെ വിട്ടു ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. PG ഫുഡ് കഴിച്ച് മടുത്ത് ഞങ്ങൾക്ക് അതൊരു സ്വർഗ്ഗമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വിട്ടു പ്ലേ ഗ്രൗണ്ടിലേക്ക്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നെന്റെ ബർത്ത്ഡേ, ഇന്നെന്റെ ബർത്ത്ഡേ, ജോയിന്റ് അടിക്കണം, ഒന്ന് കറങ്ങണം, എല്ലാം മറന്നു പറക്കണം. ഇവരെ ഞാൻ എവിടെയോ നീ എന്തൊക്കെ ഉണ്ടായി പറയണ പന്നി. 5:30 PGയിലേക്ക്. ബാക്ക് ടു റിയൽ ലൈഫ്. നാളെ മുതൽ ഓഫീസിൽ പോകണം. എന്റെ തോന്നലാവാം.